ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു സ്വപ്നഭവനം തേടിയുള്ള ഒരു അന്വേഷണത്തിലാണോ? വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാകട്ടെ. എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് തുറവൂർ എന്ന ലൊക്കേഷനിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. 6,600 സെൻറ്റ് സ്ഥലത്ത് 2,335 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ മുന്നിലായി അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത്. വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് നല്ലൊരു കോമ്പൗണ്ട് വാളും മുൻഭാഗത്തായി ടെക്സ്ചർ വർക്കുകളിൽ പെയിൻറ്റിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഫ്രണ്ട് മതിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വീടിന് നല്ലൊരു എലിവേഷൻ കൊടുത്ത് പെയിൻറ്റിംഗ് വർക്കുകൾ ചെയ്ത് ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് അതിനിടയിൽ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി കളർഫുള്ളായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഒരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ്. വളരെ വിശാലമായ ഒരു വലിയ ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് ഈ വീടിൻ്റെ മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി നാച്ചുറൽ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് മുറ്റമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഗാർഡൻ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം കെട്ടിത്തിരിച്ചിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 or 3 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന ഒരു ഓപ്പൺ ഏരിയ നമുക്ക് വീടിൻ്റെ മുറ്റത്തായി ഇവിടെ കിട്ടുന്നു. ഏതൊരു വലിയൊരു വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർ പോർച്ചിൻ്റെ ഇരു സൈഡുകളിലും പില്ലറുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 സ്റ്റെപ്പുകൾ കൊടുത്ത് അതിനു മുകളിൽ ടൈലുകൾ വിരിച്ച് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിൻ്റെ മുൻഭാഗത്തായി നമുക്ക് ലഭിക്കുന്നത്. ഈ വീട് വാസ്തുശാസ്ത്രപ്രകാരമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. 2 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീടിന് കൊടുത്തിട്ടുള്ള എല്ലാ വുഡ് വർക്കുകളും തേക്കിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലായി സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകളെല്ലാം
കൊടുത്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ സ്ഥാനം ഇവിടെയാണ്. വളരെ വിശാലമായ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി സ്റ്റെയർ കേസിൻ്റെ ഒരു അരികിലായി ഇവിടെയാണ് വാഷ് ഏരിയയുടെ സ്ഥാനം. സ്റ്റെയർ കേസിൻ്റെ അടിയിലായി ഒരു ഷെൽഫെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻവെർട്ടറും മറ്റും വയ്ക്കുന്നതിന് വളരെ അനുയോജ്യമായ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും ഇടയ്ക്കായി ഒരു വുഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ ഇവിടെയായി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ മനോഹരമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഒന്നാമത്തെ ബെഡ്റൂമായി നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബെഡ്റൂമുകളിലെല്ലാം തന്നെ വാൾഡ്രോബുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുണ്ട്. നിറയെ സ്റ്റോറേജ് ഏരിയ ഈ വാൾഡ്രോബുകളിൽ അവൈലബിൾ ആണ്. താഴെയും മുകളിലുമായി സൈഡിലുമായി നിരവധി സ്റ്റോറേജ് ഏരിയയുള്ള വാൾഡ്രോബാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വലിയൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള മനോഹരമായ ഒരു വാൾഡ്രോബ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയായി ഒരു മിറർ കൊടുത്ത് ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ മുകളിലായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു സീലിംഗ് വർക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കിച്ചൺ. ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിറയെ സ്റ്റോറേജ് ഏരിയയുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ കിച്ചൻ്റെ മുകൾ ഭാഗത്തായി LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കിച്ചണിൽ താഴെയും മുകളിലും നിറയെ സ്റ്റോറേജ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് കിച്ചൺ ഹോബിൻ്റെ സ്ഥാനം. ഗ്യാസ് സ്റ്റൗവിൻ്റെ സ്ഥാനം ഇവിടെയാണ്. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് കടക്കാം. ഇവിടെയാണ് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയയുടെ വർക്കെല്ലാം പൂർത്തിയാക്കിയിട്ടില്ല. കുറച്ച് വർക്കുകൾ ഇവിടെ പൂർത്തിയാക്കാനുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം.
സ്റ്റെപ്പുകളിൽ ടൈലുകൾ വിരിച്ച് ടഫ്ലിൻ ഗ്ലാസ് കൊടുത്ത് അതിന് മുകളിൽ വുഡിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെയർ കേസിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ്ങിൽ ഇവിടെ പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. സൺലൈറ്റ് ഡയറക്റ്റ് വീട്ടിലേക്ക് കടന്നു വരുന്നതിന് ഇത് വളരെ സഹായകമാണ്. മുകളിലേക്ക് കടന്നു വന്നാൽ ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തു വെച്ചിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഒരു വാൾഡ്രോബുകളാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് ഏരിയ ഈ വാഷ്റൂമിന് മുൻപിലായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിറയെ സ്റ്റോറേജ് ഏരിയ താഴെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് മറ്റൊരു ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നാലാമത്തെ ബെഡ്റൂം. നിറയെ സ്റ്റോറേജ് ഏരിയ ഉള്ള ഒരു വാർഡ്രോബ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗിലും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെയും കിട്ടും. നാലാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ മുൻഭാഗത്തായി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മിററെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കി ഷെൽഫുകളെല്ലാം കൊടുത്ത് അതിനിടയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് വളരെ സുന്ദരമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂം കിട്ടുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഫ്രണ്ട് ബാൽക്കണി തന്നെയാണ്. ഈ ഫ്രണ്ട് ബാൽക്കണിയിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ടൈൽ പാകി വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു മുറ്റം നമുക്ക് കാണാം. മുൻഭാഗത്തുള്ള റോഡുകൾ, മറ്റു വീടുകൾ എല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് ഇവിടെയായി കിട്ടുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഒരു ഓപ്പൺ ടെറസിലേക്കാണ് കടക്കുന്നത്. വിശാലമായ ഒരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. ഈ ഓപ്പൺ ടെറസ് ഏരിയയിൽ ഡ്രസ് വർക്ക് ചെയ്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ ടെറസിനെ പറയാം. വിശാലമായ ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് ഒരു വാട്ടർ പോയിന്റ് കൊടുത്തിട്ടുള്ളത്. ഒരു ഔട്ട്ലെറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ശാന്തമായതും മാലിന്യമുക്തമായതും പ്രളയം ബാധിക്കാത്തതുമായ ഒരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ലൊക്കേഷനിൽ നിന്നും തൊട്ടടുത്തായി 700 മീറ്റർ ദൂരത്തിലാണ് തുറവൂർ ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത്.
മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ആ ജംഗ്ഷനിൽ തന്നെ അവൈലബിൾ ആണ്. തുറവൂർ ജംഗ്ഷന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്നും നഗരഹൃദയത്തിൻ്റെ എല്ലാ പോയിന്റുകളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ വളരെ അടുത്തായി 4 or 5 ഇൻ്റർനാഷണൽ സ്കൂളുകൾ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 12 കിലോമീറ്ററും അങ്കമാലി ടൗണിലേക്ക് 4 കിലോമീറ്ററും തുറവൂർ ജംഗ്ഷനിലേക്ക് വെറും 700 മീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. 2335 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി ബ്യൂട്ടിഫുള്ളായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ സുന്ദര മനോഹരമായ ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. 2335 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഉടമ നിർവഹിച്ചിട്ടുള്ളത്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു വീട് തന്നെയാണ് ഇത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും കുറച്ച് മാറി നാട്ടിൻപുറത്തിൻ്റെ സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അതും തൊട്ടടുത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി. എങ്കിൽ ഇതാണ് നിങ്ങൾ തേടുന്ന ആ വീട്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് അഡ്വർടൈസ് ചെയ്യുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.